ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാമത്തെ വാക്യം വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 54. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മഹത്വമുള്ള പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങളെ വീണ്ടും കൂട്ടിവരുത്തിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അപ്പച്ചാ ഞങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ മധ്യത്തിൽ മഹിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന വചനത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, ഈ തിരുവചനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് വിവേചിച്ച് ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു യേശുവിനെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് വേണ്ടി ജീവിക്കുവാനും അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരിപ്പാനും തക്കവണ്ണം തിരുവചനത്താലും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞങ്ങളെ ശുദ്ധീകരിച്ച് സൂക്ഷിച്ചാട്ട്. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. വളരെ ഒഫെൻസീവായിരിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഒഫെൻസീവായിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അനേകർക്ക് ഈ വാക്യം, ഈ വചനം ബുദ്ധിമുട്ടായി തീർന്നതെന്ന് ചോദിച്ചു നോക്കിയാൽ അതിൽ കർത്താവ് എന്താണോ ദൃഷ്ടാന്തപരമായി സദൃശ്യപരമായി പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവർക്ക് കഴിയാതിരുന്നത് കൊണ്ടാണ് അവർ പലരും ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒഫൻഡഡായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അധ്യായം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, വലിയൊരു പുരുഷാരം കർത്താവിനെ കേൾക്കുവാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. എന്നാൽ കർത്താവ് ഈ വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും കർത്താവിനെ വിട്ടുപോയത്. സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രികാലം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ശ്രേഷ്ഠമേറിയ ചില കാര്യങ്ങൾ നമ്മളെ ഗ്രഹിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൃപ പ്രാപിച്ച, വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവ പൈതലിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ അത് എഴുതിയിരിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ, ഭൂമിയിൽ ജീവിച്ചിരുന്നാലും ഈ ഭൂമി വിട്ടുപോയി കഴിഞ്ഞാലും ശരി, ആ വ്യക്തിയുടെ പ്രത്യാശ ഇത് മാത്രം. എന്താണെന്നറിയാമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി എടുക്കപ്പെടും. നാം പിന്നെ കർത്താവിനോട് കൂടെ എപ്പോഴും ആയിരിക്കും. അടുത്ത വാക്യം നോക്കിയ 18-ാമത്തെ വാക്യം പറയുന്നു, ഈ വാക്യങ്ങളെ പറഞ്ഞ്, ഈ വചനങ്ങളെ പറഞ്ഞ് നിങ്ങൾ പരസ്പരം ആശ്വസിച്ചു കൊള്ളുവിൻ. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ ഇതാണ്. നാം ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടണം. അഥവാ നാം മരിക്കുകയാണെങ്കിൽ നാം പുനരുത്ഥാനം ചെയ്യപ്പെടണം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവാനും നീതിമാനുമാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ജീവനോടിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കാഹളം ധരിച്ചാൽ ദൈവത്തിൻ്റെ സഭ എടുക്കപ്പെടുമ്പോൾ ഉൾപ്രാപണത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരിക്കണം. അഥവാ നമ്മൾ അതിനു മുമ്പ് മരിക്കുകയാണെങ്കിൽ, ശരീരം വെടിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മളും ഉയർത്തെഴുന്നേൽക്കപ്പെടണം. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ഈ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മൾ എത്ര പ്രസംഗം കേട്ടതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായാലും ഒരു പ്രയോജനവുമില്ല. ഈ ഭൂമിയിൽ എന്തെല്ലാം നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതങ്ങളെ അതനുസരിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. ഈ പ്രത്യാശയ്ക്ക് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ലക്ഷ്യം ഇതല്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് പലർക്കും മാനുഷികമായിട്ടുള്ള കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ പഠിക്കുവാനോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി എഴുതിയിരിക്കുന്ന മർമ്മപ്രധാനമായ കാര്യങ്ങളെ ഗ്രഹിക്കുവാനോ തക്കവണ്ണമുള്ള ആഗ്രഹങ്ങൾ നമുക്കില്ല.
പലപ്പോഴും ചിന്തിക്കണമേ, നമ്മൾ ലാഘവത്തോടെയാണ് ദൈവത്തിൻ്റെ തിരുവചനത്തെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കത്തില്ല. ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളെ നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്ന പ്രസംഗങ്ങൾ പലപ്പോഴും കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ചില മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആവശ്യപ്പെടുമ്പോൾ അതിന് വിധേയപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ തിരുവചനം എഴുതി നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് എങ്കിൽ നമുക്കാർക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം കഴിയുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ വചനത്തെ നീ അനുസരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കുവാൻ ഞാനും നിങ്ങളും ഒരുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്നത്തെ രാത്രികാലം ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പേര് കർത്താവിനോടുകൂടി എടുക്കപ്പെടും ദൈവമക്കളെ? നമ്മൾ ആരെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും അത് ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ആഗ്രഹം പൗലോസ് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, അവന്റെ രൂപത്തോട് അനുരൂപപ്പെടുക, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുക, അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ അറിയുക എന്നിട്ടൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. 11-ാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് അവൻ നിമിത്തം ചപ്പന്നും ചവറന്നും എണ്ണുന്നു. എന്താണ്? ഇങ്ങനെ വല്ല വിധേനയെങ്കിലും, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ബൈ എനി മീൻസ്, ഏതെങ്കിലും വിധത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊന്ന് ഉയർത്തെഴുന്നേൽക്കണം. ഹല്ലേലൂയ. മനസ്സിലായോ? എത്ര തീക്ഷ്ണമായിട്ടായിരിക്കണം ഒരു ദൈവ പൈതൽ, ഒരു വിശുദ്ധൻ. എത്ര വലിയ പ്രീച്ചറായാലും ശരി, ഇന്നലെ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്ന, ഇന്നലെ വന്ന ഒരു വിശ്വാസിയായാലും ശരി, അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം ഇത് മാത്രമായിരിക്കണം, എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടണം. അതല്ല, അതിനു മുമ്പ് ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കപ്പെടണം. ഈ വാക്യത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിച്ച വചനത്തിൽ എന്താണെന്നറിയാമോ? നിങ്ങൾ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എന്തുകൊണ്ട്? അതുകൊണ്ട് ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. മരണശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ കർത്താവ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചാലേ പറ്റൂ. He has to raise us up. Automatically we cannot be risen up. No, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല. കർത്താവ് തന്റെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കല്ലറയ്ക്കുള്ളിലായി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിച്ചു 19, 20, 21 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാം, കർത്താവിലേക്ക് സ്വർഗം, ഹല്ലേലൂയ, പിതാവാം ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വ്യാപരിപ്പിച്ചിട്ട് Holy Spirit exerted into the dead body of Jesus Christ and raised him up. ഹല്ലേലൂയ. അവന്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ വ്യാപരിപ്പിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ ദൈവമക്കളെ, കർത്താവിന്റെ വരവ് സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ, ജീവനോടെ ഇരിക്കുന്ന നമ്മള് ആകാശത്തിലേക്ക് എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് അത്യുന്നതൻ നമ്മളിലേക്ക് തരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇവിടെ പറയുകയാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവന് ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, so how important it is for us to get taken up by the Lord at a time of rapture. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കപ്പെടണമെന്നുള്ളത് എത്ര പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, നിങ്ങളിൽ നിത്യജീവൻ ഉണ്ടാകണം. ആ നിത്യജീവൻ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം. പലരും ഇത് കർത്തൃമേശയുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷേ ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ലോർഡ്സ് ടേബിൾ. കർത്താവിന്റെ മേശയുമായിട്ട് ഒരു ബന്ധവുമുള്ള ഒരു ദൈവവചന ഭാഗമല്ല ഇത്. അങ്ങനെയാണെങ്കിൽ അതാണ് അതിന്റെ വിഷയമെങ്കിൽ നമ്മൾക്ക് കർത്തമേശ അനുഭവിക്കുന്നവരാണ്, അപ്പത്തെ നുറുക്കിയെടുക്കുന്നവരാണ്, പാനപാത്രത്തിന്റെ ഓഹരിക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമോ? അതല്ല. ഇവിടെ വേറെ വലിയ മർമ്മപ്രധാനമായ വിഷയങ്ങൾ ഈ ഒരു വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സഹോദരങ്ങളെ പ്രാരംഭമായിട്ട് പറഞ്ഞത്, ഹല്ലേലൂയ, there is a saying in English, ignorance of law is not an excuse. എനിക്ക് നിയമം അറിയത്തില്ല എന്ന് പറയുന്ന ഒരു രക്ഷപ്പെടലല്ല. നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ, we are bound to know the law of the land.
ദേശത്തിന്റെ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ പൗരത്വത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയെങ്കിൽ ഏതൊരു ദൈവ പൈതലിന്റെയും ഉത്തരവാദിത്തമാണ് ദൈവത്തിന്റെ തിരുവചനത്തിൽ സ്വർഗം എഴുതി തന്നിരിക്കുന്ന പ്രമാണങ്ങളെ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ. മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലം ഈ വിഷയത്തിലേക്ക് നമ്മളൊന്ന് കടക്കുക. എന്താണ് കർത്താവിന്റെ മാംസം, എന്താണ് കർത്താവിന്റെ രക്തത്തെ കുറിച്ച് പറയുന്നത്? വാട്ട് ഈസ് ദാറ്റ്? കാരണം ഇത് നമ്മുടെ നിത്യജീവനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദിസ് ഈസ് കണക്റ്റഡ് ടു ദി ഇറ്റേണൽ ലൈഫ് ദാറ്റ് വി ഹാവ് ഇൻ us. നമ്മളിലുള്ള നിത്യജീവനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ദി ഫ്ലഷ് ഓഫ് ദ ലോർഡ് ആൻഡ് ദ ബ്ലഡ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ വിഷയം നമ്മളൊന്ന് ഗ്രഹിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നമുക്കറിയാം, ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുള്ള വലിയ പുരുഷാരം കർത്താവിന്റെ പിന്നാലെ വന്നു കർത്താവിനെ കേൾക്കുവാൻ തക്കവണ്ണം. അവരെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞിട്ട് അവർക്ക് 5 അപ്പവും 2 മീനും വാഴ്ത്തി കൊടുത്തു. നമുക്കറിയാം 5000-ഓളം പുരുഷന്മാർ, പിന്നെ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാം തിന്ന് തൃപ്തരായി വളരെ സന്തോഷത്തോടെ അന്നത്തെ മെസ്സേജുകളൊക്കെ കേട്ട് വീട്ടിലേക്ക് പോയി. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പിറ്റേ ദിവസം ഈ പുരുഷാരം കർത്താവിനെ അന്വേഷിക്കുകയാണ്. കർത്താവിനെ അവിടെ കാണാതെ വന്നപ്പോൾ അവർ കവർന്നഭൂമിയിലേക്ക് കടന്നു ചെന്നിട്ട് കർത്താവിനെ അന്വേഷിച്ചിട്ട് പറയുകയാണ്, കർത്താവേ, നീ എപ്പോഴും ഇവിടെ വന്നു? അപ്പൊ കർത്താവ് ചോദിച്ചു, നിങ്ങൾ അടയാളങ്ങളൊന്നും കണ്ടതുകൊണ്ടല്ല, ഇന്നലെ അപ്പം തന്ന് തൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. കാരണം ഭൗതികതയ്ക്ക് വേണ്ടി യേശുവിനെ അന്വേഷിക്കുന്ന ഒരു ജനം, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയിലുള്ള ചിലതിനു വേണ്ടി, ടെമ്പറലായിരിക്കുന്ന ചില സാറ്റിസ്ഫാക്ഷന് വേണ്ടി, ചില ചെറിയ ആവശ്യങ്ങളുടെ തൃപ്തീകരണത്തിന് വേണ്ടി രക്ഷകനെ അന്വേഷിക്കുന്ന ഒരു ജനത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവർക്ക് കൊടുക്കുന്ന മറുപടി 6-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ കർത്താവ് എഴുതിയിരിക്കുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിക്കുവിൻ. അപ്പൊ 2 തരത്തിലുള്ള ആഹാരമുണ്ട്. എന്താണ്? ഒന്ന്, നശിച്ചു പോകുന്ന ആഹാരം. നശിച്ചു പോകുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൗതികമായ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, when we live in this world, in our physical life, so much of the food and so much of the drink we consume, what is going to happen at the end? It all will be perished in the dust. ഈ ഭൂമിയിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ തിന്നത്, നമ്മൾ കുടിച്ചത്, ഇതെല്ലാം അവിടെ ഇല്ലാതെയായി പോവുക, നശിച്ചു പോവുകയാണ്. കർത്താവ് പറയുകയാണ്, ഈ നശിച്ചു പോകുന്ന ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, പിന്നെയോ നിത്യജീവങ്കിലേക്ക്. അവിടെ എഴുതിയിരിക്കുന്നു, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിക്കുവിൻ. ശ്രദ്ധിക്കണമേ, ഭൗതിക ജീവിതത്തിൽ ജീവിക്കുവാൻ ഒരു ആഹാരം ആവശ്യമുണ്ട്, അതുപോലെ ആത്മീയ ജീവിതത്തിൽ ജീവിക്കുവാനും ഒരു ആഹാരം ആവശ്യമുണ്ട്. മറന്നു പോകരുത്. ഇതാണ് ആദ്യത്തെ മർമ്മം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ഭൗതിക ജീവിതത്തിന്, ഈ ശരീരത്തിന്റെ ജീവിതത്തിന് വേണ്ടി, ഈ ശരീരത്തിന്റെ പോഷണത്തിന് വേണ്ടി ഭൗതികമായ ഫിസിക്കൽ ഫുഡ് നമുക്ക് ആവശ്യമുള്ളതുപോലെ നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഇന്നർ മാനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരാഹാരം ആവശ്യമുണ്ട്. കർത്താവ് പറയുന്നു, നിങ്ങൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. You need to seek me not for your physical needs, but you need to come after me for your spiritual need. ഹല്ലേലൂയ. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ടത്, പിന്നെയോ നിങ്ങളുടെ ആത്മീകമായ ആവശ്യങ്ങൾക്കാണ് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരേണ്ടത്. അതിൻ്റെ അർത്ഥം ഭൗതികമായ ആവശ്യങ്ങൾക്ക് ചോദിക്കേണ്ടതെന്നോ അല്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഇന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. He himself taught us to pray for our daily needs. So it is not contradictory. ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുകയല്ല. ഭൗതികമായ ആവശ്യത്തിന് കർത്താവിൻ്റെ അടുക്കൽ വരുന്നതിനേക്കാൾ അധികം തീഷ്ണത, വരുന്നതിനേക്കാൾ അധികം പ്രാധാന്യം നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ, ഹല്ലേലൂയ, നമ്മുടെ നിത്യജീവന്റെ ആവശ്യത്തിന് വേണ്ടി കർത്താവിന്റെ അടുക്കിലേക്ക് വരണമെന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, നശിച്ചു പോകുന്ന ആഹാരത്തിനായല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിക്കുവിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഹിയർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു were searching for the Lord, who were seeking for the Lord around to find him for some need to be met. ഹല്ലേലൂയ. അവരുടെ ചില ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ തക്കവണ്ണം യേശു കർത്താവിനെ അവർ അന്വേഷിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, you are seeking me for the wrong reason. We see multitudes of preachers around. ഇന്ന് ലോകത്തിൽ അനേകായിരങ്ങളുണ്ട് പ്രസംഗകരായിട്ടുള്ളവര്. They are encouraging the people to seek the Lord for the wrong purpose.
മറന്നു പോകരുത് സഹോദരങ്ങളെ, തെറ്റായ ലക്ഷ്യത്തിലേക്ക്, തെറ്റായ ആവശ്യത്തിനു വേണ്ടി കർത്താവിനെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ജനത്തെ പഠിപ്പിക്കുന്ന വലിയൊരു കൂട്ടം പ്രീച്ചേഴ്സ് ഇന്ന് ഈ ലോകത്തിലുണ്ട്. മറന്നു പോകരുത്. ഇവിടെ കർത്താവ് പറയുക, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് തെറ്റായ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. പിന്നെ ഹൗ ഡു വി നോ ദാറ്റ് ദ ലോർഡ് വാസ് റൈറ്റ്? കർത്താവ് പറഞ്ഞത് ശരിയാണെന്നുള്ളതിന് തെളിവ് എന്താണെന്നറിയാമോ? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും വിട്ടുപോയി. None of them left with the Lord. The Lord was left alone with those disciples around him, that 12 people around him. The rest, all the great multitude, probably hundreds and thousands of people, they were there. They all were left. അവരെല്ലാവരും വിട്ടുപോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, they came for the wrong reason. അവർ തെറ്റായ ആവശ്യത്തിന് വേണ്ടിയാണ് കർത്താവിൻ്റെ അടുത്ത് വന്നത്. ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധയോടെ ഈ വാക്യങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. 6:35 ഒരു വാക്യം പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 35. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. What does it mean, my brothers, my sisters? This is again talking about the spiritual food. ഇവിടെ പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. ഭൗതികമായ ആവശ്യത്തിന് വേണ്ടിയാണ് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നതെങ്കിൽ ആ ഭൗതികമായ ആവശ്യം കർത്താവ് നിവർത്തിച്ച് തന്നാലും ശരി, നാം മരിക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യവും അതേ ആവശ്യങ്ങൾ തന്നെ നമുക്കുണ്ടായേക്കാം. ശരിയല്ലേ? കഴിഞ്ഞ നാളുകളിൽ ഭൗതികമായ പല വിഷയങ്ങൾക്ക് വേണ്ടി നാം കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് പല വിഷയത്തിന് നമുക്ക് വിടുതൽ തന്നിട്ടുണ്ട്. അതേ വിഷയങ്ങൾ തന്നെ പിന്നീടും പ്രാർത്ഥിക്കേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ടില്ലേ? കർത്താവ് പറഞ്ഞു, എന്നിൽ നിന്ന്, ഇവിടെ വായിച്ച് ശ്രദ്ധിച്ചു നോക്കിയേ, എൻ്റെ അടുക്കൽ വരുന്നവനെ വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. ദാറ്റ് മീൻസ് കർത്താവിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു അവൻ ഒരു നാളും പിന്നെ ദാഹിക്കത്തില്ലെന്ന്. പക്ഷെ ഭൗതികമായ ദാഹത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞതെങ്കിൽ അത് ശരിയല്ല. നമ്മൾ എത്രയോ പ്രാവശ്യം പിന്നെയും ദാഹിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത്, കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരാത്മീയമായ ഭക്ഷണത്തെക്കുറിച്ച്, ഒരാത്മീകമായ പാനീയത്തെക്കുറിച്ച്. The Lord is talking about a spiritual bread and a spiritual drink. മറന്നു പോകരുത്. അതാണ് നമ്മുടെ ആത്മീക വിഷയത്തെക്കുറിച്ച്, അകത്തെ മനുഷ്യന് വേണ്ടിയുള്ളത്, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളത്. ഹല്ലേലൂയ. നിത്യമായി നിലനിൽക്കുന്ന ശ്രേഷ്ഠമേറിയ ചില പ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കവണ്ണമാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം കടന്നു വരേണ്ടതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ. This has been wrongly interpreted by many even theologians. ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞ വാക്യം, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഇതെന്ന് പറയുന്നത് ഈ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ തിയറി ഉണ്ട്. ഒരു ഡോക്ട്രിൻ ഉണ്ട് റോമൻ കാത്തലിക്സിന്റെ. അവർ പറയുന്നത് എന്താ പറഞ്ഞാൽ, അവരുടെ യൂക്കാറിസ്റ്റിന്റെ, അവരുടെ കുർബാനയൊക്കെ നടത്തുന്ന സമയത്ത് അവരുടെ പുരോഹിതനൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്, അവരുടെ മുമ്പിലിരിക്കുന്ന അപ്പം കർത്താവിന്റെ ശരീരമായിട്ടങ്ങ് മാറുമെന്ന്. രൂപാന്തരീകരണം എന്ന് മലയാളത്തിൽ പറയും. ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ, രൂപാന്തരീകരണമെന്ന്, അല്ലെങ്കിൽ പദാർത്ഥന്തീകരണമെന്ന്, സംതിങ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രൂപമാറ്റം സംഭവിക്കുമെന്നാണ് റോമൻ കാത്തലിക് പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ആയിരിക്കുന്ന പാനപാത്രം, ആ വീഞ്ഞെന്ന് പറയുന്നത് അവരുടെ യുക്കാരിസ്റ്റിന്റെ മധ്യത്തിൽ, അവരുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ, അവരുടെ കുർബാനയുടെ മധ്യത്തിൽ അത് കർത്താവിന്റെ രക്തമായി പരിണമിക്കുമെന്ന്, രൂപാന്തരം വരുമെന്ന്. ആ രൂപാന്തരത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്. The Lord is talking about a metaphorical teaching. മെറ്റഫോറിക്കൽ ആയിട്ട്, സദൃശ്യത്തിൽ, ഭാവാർത്ഥത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. എന്തിന്? ശരീരത്തെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ശരീരം അപ്പമാകുന്നു, എൻ്റെ രക്തം പാനീയമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. എന്തിനാണ് നമ്മൾ അപ്പം ഉപയോഗിക്കുന്നത്? നമുക്ക് ഭക്ഷിക്കാനാ അല്ലേ? എന്തിനാ വെള്ളം ഉപയോഗിക്കുന്നത്? നമുക്ക് കുടിക്കാനാ. ഒരു വ്യക്തി അപ്പവും വെള്ളവും ഇല്ലാതെ, അല്ലെങ്കിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എത്ര ദിവസം ജീവിക്കാൻ പറ്റും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു ദിവസം ജീവിക്കാം, 2 ദിവസം ജീവിക്കാം. ചിലർ പറയുന്നത് 21 ദിവസം ഫാസ്റ്റ് ചെയ്ത് ജീവിക്കും, വെള്ളവും അപ്പവും ഒന്നും എടുക്കാതെ. ഓക്കെ. ചിലർ പറയുന്നത് 40 days എടുത്ത് അപ്പവും വെള്ളവും ഒന്നും കുടിക്കാതെ ജീവിക്കുമെന്ന് ചിലർ പറയുന്നു. പക്ഷെ കർത്താവ് മാത്രമേ, വചനത്തിൽ കർത്താവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മനുഷ്യരായിട്ടുള്ളവർക്ക് ഭക്ഷണം വെടിയാം, എന്നാൽ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ചില മണിക്കൂറുകളിലേക്ക് മാത്രമേ വെള്ളത്തെ നമുക്ക് മാറ്റിവെക്കുവാനായിട്ട് പറ്റൂ. കാരണം ഈ ശരീരം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, വെള്ളമില്ലാതെ
ഡ്രിങ്ക് ഇല്ലാതെ നമ്മുടെ ബോഡിക്ക് സസ്റ്റെയിൻ ചെയ്യുവാൻ തക്കവണ്ണം, ഗെറ്റ് ത്രൂ ചെയ്യുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് അപ്പത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും പറയുമ്പോൾ, when the Lord was talking about physical food and physical drink, the Lord പറയുന്നത് എന്നറിയാമോ? that are the necessities. വളരെ അത്യന്താപേക്ഷിതമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭക്ഷണവും ഒന്ന് വെള്ളവും. എന്നിട്ട് അതുമായിട്ട് മെറ്റഫറിക്കലായിട്ട് താൻ പറയുകയാണ്, തൻ്റെ ശരീരമാകുന്ന മാംസം, തൻ്റെ രക്തമാകുന്ന പാനീയം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന് ഭൗതിക ഭക്ഷണവും ഭൗതികമായ പാനീയവും ആവശ്യമുള്ളതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഒരു ഭക്ഷണവും ഒരു പാനീയവും ആവശ്യമുണ്ട്. അതാ കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. ഞാനതിലേക്ക് വരാം, അതെന്താണ് അതിൻ്റെ മീൻ ചെയ്യുന്നതെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ റോമൻ കാത്തലിക്സ് പഠിപ്പിക്കുന്ന ഡോക്ട്രിൻ അല്ലത്. ഒരിക്കലും അങ്ങനെ ആവത്തില്ല. ഒരപ്പത്തിന് ഒരിക്കലും കർത്താവിന്റെ ശരീരമായി തീരാൻ പറ്റത്തില്ല. ഒരു പാനപാത്രത്തിന് അല്ലെങ്കിൽ കുറച്ച് വീഞ്ഞിന് ഒരിക്കലും കർത്താവിന്റെ രക്തമായി രൂപാന്തരം വരുവാൻ ഒരിക്കലും സംഭവിക്കത്തില്ല. അത് മാത്രമല്ല, അതല്ലായിരുന്നു കർത്താവിന്റെ കൽപ്പന. നിങ്ങൾ ഇത് ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് സാദൃശ്യങ്ങൾ മാത്രമാണ്. ഈ അപ്പം എൻ്റെ ശരീരത്തിന് പകരമാണെന്നല്ല, എൻ്റെ ശരീരത്തിന്റെ ഓർമ്മയാണെന്നുള്ളതാ. ഈ പാനപാത്രം എൻ്റെ രക്തത്തിന്റെ ഓർമ്മയാണെന്നുള്ളതാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതൊരു പകരമാണെന്നല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ളതല്ല, അതിന് രൂപാന്തരം വരത്തില്ലെന്നുള്ളതല്ല. സന്ദർഭവശാൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സോ ദിസ് ഈസ് എ മെറ്റഫോറിക്കൽ ടീച്ചിങ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ പറഞ്ഞു, ഭൗതികമായ ശരീരത്തിന് വി നീഡ് എ ബ്രെഡ്, വി നീഡ് എ ഡ്രിങ്ക്. The same way for our inner life, ആത്മീക ജീവിതത്തിന് we need a food and we need a drink. What I mean to say is, Jesus is the source of our energy. Do you want to be energized? Why some of us are spiritually dull? എന്തുകൊണ്ടാണ് ആത്മീക ജീവിതത്തിൽ നമ്മൾ ഉറങ്ങിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ശുഷ്കാന്തി വരാത്തത്? എന്തുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ ഒരു മന്ദത അനുഭവിക്കുന്നത്? ഇതേ ചോദ്യം തന്നെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുക, എന്താ മുഖത്ത് ഇത്ര ക്ഷീണം, എന്താ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? അപ്പോൾ ആ വ്യക്തി പറയുക, 2 ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട്. അല്ലെ, ആ വ്യക്തി പറയാന്ന് വെച്ചാൽ, ഒരല്പം വെള്ളം കിട്ടിയായിരുന്നു എന്ന് കുടിക്കായിരുന്നു. വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആളുടെ ക്ഷീണം പെട്ടെന്ന് മാറും. ഭൗതിക ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഭൗതികമായ ഭക്ഷണവും ഭൗതികമായ വെള്ളവും കുടിക്കാത്ത ഒരു വ്യക്തി എങ്ങനെ തളർന്ന് അവസാനം വീഴുമോ, അതേ അനുഭവമാണ് ആത്മീക ജീവിതത്തിൽ യേശുവിനെ ഭക്ഷിക്കാത്ത, യേശുവിനെ കുടിക്കാത്ത, യേശു എനർജി ഗിവർ ആകാത്ത, അല്ലെങ്കിൽ ഊർജം തരുന്നവനായി യേശുവിന്റെ പക്കൽ നിന്ന് പ്രാപിക്കാത്ത ഒരു വ്യക്തി അവസാനം ശുഷ്കിച്ച് താഴെയില്ലാതായി. ആത്മീയ ജീവിതത്തിൽ മന്ദത അനുഭവിക്കുന്നതിന്റെ കാരണം യേശുവിനെ ഭക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല, യേശുവിനെ കുടിക്കുവാൻ കഴിയുന്നില്ല. വി ആർ നോട്ട് ബീയിങ് എനർജൈസ്ഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ മുമ്പേ കേട്ടതുപോലെ, if it was for the earthly reason or to comfort us earthly that Jesus had to come, I tell you, Jesus didn't have to die for our sins. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് വന്നതെങ്കിൽ, ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നതെങ്കിൽ, ഈ ഭൂമിയിലുള്ള ഒരു കൂട്ടം ജനത്തിന് ഭൗതികമായ നന്മകളെ കൊടുക്കുവാനാണ് കർത്താവ് വന്നതെങ്കിൽ, കർത്താവിന് മരിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ലായിരുന്നു. നമുക്കറിയാം, പുറപ്പാട് പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവം എത്ര അത്ഭുതകരമായ, അതിശയകരമായ അവരെ നടത്തിയത്. അവർക്ക് ഓരോ ദിവസവും എത്ര നല്ല ഭോജനമാണ് കർത്താവ് കൊടുത്തത്. അവർക്ക് വെള്ളം എത്ര അത്ഭുതകരമായിട്ട് പാറയിൽ നിന്ന് പാറ പിളർന്ന് കർത്താവ് കൊടുത്തത്. അതുമാത്രമോ, തണലായിട്ട് മേഘസ്തംഭം പകലിൽ നിന്നു, രാത്രിയിൽ വെളിച്ചത്തിന് വേണ്ടി പില്ലർ ഓഫ് ലൈഫ്, പില്ലർ ഓഫ് ഫയർ, അഗ്നിത്തൂണായിട്ട് ദൈവം നിന്നു. അത് മാത്രമാണോ, അവരുടെ മുമ്പിൽ യോർദാനെ 2 ആക്കി മാറ്റി, ചെങ്കടലിനെ 2 ആക്കി മാറ്റി, അവരുടെ മുമ്പിൽ ശത്രുക്കളെ അവൻ തോൽപ്പിച്ചു. എന്തെല്ലാം അത്ഭുതകരമായിട്ടാണ് കർത്താവ് നടത്തിയതല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ജനത്തിനെ കർത്താവിന് അങ്ങനെ നടത്താൻ പറ്റില്ലേ? പിന്നെ എന്തിനു ജീസസ് ഹാഡ് ടു ഡൈ? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ വിഷയം. അത് മാത്രമാണോ, യേശു കർത്താവിനെ പിൻഗമിക്കുന്നവർ മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ടതെങ്കിൽ, ഒരു മതത്തെയും പിൻഗമിക്കാത്ത എത്തിസ്റ്റുകളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ഞാൻ പറയുന്നു, അനേക ദൈവമക്കളെക്കാളും അനേക വിശ്വാസികളെക്കാളും അതിസമ്പന്നരാ അവരിൽ പലരും. അവർക്ക് ഏത് ദൈവമാണ് കൊടുത്തത്? നിങ്ങളൊന്ന് പറഞ്ഞേ. അതല്ല, യേശു കർത്താവിനെ പിൻഗമിക്കുന്നത് കൊണ്ട് നമുക്ക് ദീർഘായുസ് കിട്ടുമെന്ന് പറയുന്നെങ്കിൽ, യേശുവിനെ അറിയാത്ത, ഒരു മതത്തിലും വിശ്വസിക്കാത്ത നിരീശ്വരവാദികളിൽ പലരും 100 വയസ്സിനപ്പുറം ജീവിക്കുന്നവർ ഒരു പക്ഷേ ഇന്നുണ്ട്. അവരെ ഏത് ദൈവമാണ് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിച്ചത്?
നാട്ടിൽ മറ്റു പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഇന്നത്തെ ലോകത്തിലെ ഹൂ ഇസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ? ഐ ആം ആബ്സല്യൂട്ട്ലി ഷുവർ ഹി ഈസ് നോട്ട് എ ബിലീവർ ഇൻ ക്രൈസ്റ്റ്. Who is the richest person in India? He is not a believer, he is not a Christian. Then who bless him? അതാണ് നമ്മുടെ മാനദണ്ഡമെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് എനിക്കൊരു നിവൃത്തി കിട്ടുമെന്നും എനിക്കൊരു ഫുൾഫിൽമെന്റ് കിട്ടുമെന്നുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ യേശു കർത്താവ് മറ്റുള്ള ദൈവങ്ങളെക്കാൾ ചെറുതായി പോകത്തില്ലേ? കാരണം മറ്റുള്ള ദൈവങ്ങൾ അവരെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള റിച്ചസ്റ്റ് പീപ്പിളിനെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും മറ്റു പല മതങ്ങളിൽ, ഹൈന്ദവ മതം, പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരാ. അപ്പോൾ അവരെ അനുഗ്രഹിച്ചതുപോലെ ദൈവം ക്രിസ്തു നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ യേശു അവരെക്കാൾ ചെറുതായി പോവില്ലേ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതിനൊന്നിനുമല്ല കർത്താവ് വന്നത്. ലോകത്തിൽ ഒരു ദൈവത്തിനും ചെയ്യുവാൻ കഴിയാത്ത, ലോകത്തിൽ ഒരു ഗുരുക്കന്മാർക്കും ചെയ്യുവാൻ കഴിയാത്ത, ലോകത്തിലെ ഒരു ഫിലോസഫേഴ്സിനും ചെയ്യുവാൻ കഴിയാത്ത, ലോകത്തിൽ ഒരു ടീച്ചേഴ്സിനും പഠിപ്പിക്കാൻ കഴിയാത്ത ശ്രേഷ്ഠമേറിയ വഴി തുറക്കുവാനും ആ വഴിയിലൂടെ എന്നെയും നിങ്ങളെയും നടത്തുവാനും മാത്രമല്ല അവിടെ എത്തിക്കുവാനും കഴിവുള്ളവനാണ് യേശു. അതിനുവേണ്ടിയാ കർത്താവ് വന്നത്. താൻ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് കർത്താവ് വന്നത്. അവൻ അതിനുവേണ്ടി ഒരു പുതുവഴി തുറക്കുകയായിരുന്നു. അപ്പൊ ദിസ് ഈസ് ഓൾ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് പർപ്പസ്. അപ്പൊ ഇതെല്ലാം പറയുന്നത് ആ ഒരു വിഷയത്തിന് വേണ്ടിയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതല്ല നിന്റെ വിഷൻ എങ്കിൽ, അതല്ല നിന്റെ ലക്ഷ്യമെങ്കിൽ, ഡോണ്ട് സേ ദാറ്റ് യു ആർ എ ക്രിസ്ത്യൻ. ഡോണ്ട് സേ ദാറ്റ് യു ആർ എ ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഡോണ്ട് എവർ ടേക്ക് ദ നെയിം ഓഫ് ക്രൈസ്റ്റ് ബിഹൈൻഡ് യു. നിന്റെ പിന്നിൽ യേശുവിന്റെ പേരെടുക്കരുത്. ജീസസ് ഡിഡ്ന്റ് കം ഫോർ ദാറ്റ്. അതിന്റെ അർത്ഥം കർത്താവിന് ഈ വിഷയങ്ങൾ, ഭൗതികമായ വിഷയങ്ങളിൽ നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ലേ? ഈ യോഹന്നാന്റെ സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ ഈ യോഹന്നാന്റെ പുസ്തകത്തെ the book of the gospel of John is divided into two parts. From chapter 1 to 12, 1-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ബുക്ക് ഓഫ് സയൻസ് എന്ന്, അടയാളങ്ങളുടെ പുസ്തകമെന്ന്. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളെ വായിക്കുന്ന കാരണം 7 അത്ഭുതങ്ങൾ കർത്താവ് അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ 13 മുതൽ അവസാനത്തെ 21 വരെയുള്ള അധ്യായങ്ങളെ കുറിച്ച് പറയുന്നത് ബുക്ക് ഓഫ് ഗ്ലോറി എന്ന, കർത്താവിന്റെ തേജസ്കരണത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്, അവിടുത്തെ മഹത്വത്തെ കുറിച്ച് കാണിക്കുന്നതാ. അപ്പൊ അടയാളങ്ങൾ ചെയ്യാത്ത കർത്താവാണെങ്കിൽ ഈ 7 അടയാളങ്ങളും അത്ഭുതങ്ങളും അവിടെ എഴുതി വെക്കത്തില്ല. കർത്താവിന് അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും വേണ്ട സകലതും തരുവാൻ കർത്താവിന് കഴിയും. പക്ഷേ ഏറ്റവും പ്രധാനം നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. കാരണം എന്നറിയാമോ? നമ്മുടെ ദേഹം മരിക്കും, നമ്മുടെ ദേഹി ഇല്ലാതാകും, പക്ഷേ നമ്മുടെ ആത്മാവ് നിത്യമായി ജീവിക്കും. അപ്പോൾ ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? നിത്യമായി ജീവിക്കുന്ന ഈ ആത്മാവ്, അതിൻ്റെ വിടുതലിനും അതിൻ്റെ വീണ്ടെടുപ്പിനും വേണ്ടിയാണ് കർത്താവ് വന്നത്. അതിനുവേണ്ടി വഴിയൊരുക്കാനാണ് കർത്താവ് വന്നത്. പക്ഷേ ഇന്ന് അനേക വിശ്വാസികൾക്ക് ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാത്തത് കൊണ്ട്, ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം താല്പര്യമില്ലാത്തത് കൊണ്ട്, ഹല്ലേലൂയ, അന്ധരായിട്ട് കണ്ണടച്ച് കണ്ണ് പൊട്ടന്മാരെ പോലെ ഈ ഭൂമിയിൽ തപ്പി 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 നടക്കുക. ദേ ആർ ഗോയിങ് ഇൻ ടു ദ റോങ് റൂട്ട്, ഗോയിങ് ത്രൂ ദ റോങ് ട്രാക്ക്, ഗൈഡഡ് ബൈ ദ ബ്ലൈൻഡ് ലീഡേഴ്സ്. അന്ധന്മാരായിരിക്കുന്ന വഴികാട്ടുകളുടെ പിന്നാലെ അന്ധരായി അനേക ദൈവമക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, കർത്താവ് ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ ഒഫൻഡഡായി. കർത്താവ് പറഞ്ഞതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് പറഞ്ഞു, ഈ ശരീരം എന്നെ ഭക്ഷിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ജീവനില്ല. ആ ഭാഗം മുകളിലോട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിന് മേളിൽ 53-ാമത്തെ വാക്യത്തിൽ ഇത് കേട്ടപ്പോൾ they got offended really. They just left him one by one. അവർ ഓരോരുത്തരും വിട്ടുപോയി കർത്താവിനെ. താഴേക്ക് വായിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ പലരും 66-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സംസാരിച്ചില്ല. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഡിസൈപ്പിൾസ്. ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു കർത്താവിന്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അപ്പോസ്റ്റൽസ്. അപ്പോസ്റ്റൽസിനെ കുറിച്ചല്ല പറഞ്ഞത്. ശിഷ്യനെന്ന് പറഞ്ഞാൽ ആരാ? കർത്താവിൻ്റെ വചനം കേട്ട്, ഉപദേശം കേട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവരെയാ ശിഷ്യന്മാരെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു ആ ശിഷ്യന്മാർ പോലും ഈ ഉപദേശം കേട്ടിട്ട് വിട്ടിട്ട് പോയെന്ന്. ഇറ്റ് വാസ് ടു ഹാർഡ് ഫോർ ദം ടു അക്സെപ്റ്റ്. ഇവിടെ പറയുന്നു 66-ാമത്തെ വാക്യത്തിൽ, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. 67-ാമത്തെ വാക്യം നോക്കിയേ. ആകയാൽ യേശു 12 പേരോട്, ഈ കൂടെ നിന്ന 12 പേരോട് ചോദിച്ചു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവ് ചോദിച്ചു, ഡു യു വാണ്ട് ടു ഗോ ആസ് വെൽ? ഹാവ് യുവർ വേ? ഐ എം നോട്ട് സ്റ്റോപ്പിംഗ് യു. ഐ എം നോട്ട് ആസ്കിംഗ് യു ടു ഫോളോ മീ. ഡു യു തിങ്ക് ദാറ്റ് my teaching is too hard for you? It is your way, your choice whether to listen or reject it. If you want to go like those people going, go after them, follow them. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാ, 12 പേരോട്, if you want to go, you can go as well.
Today also the Lord is saying the same thing. ദൈവത്തിന്റെ സഭയോട്, ഈ ലോകത്തോട് പറയുക, ഇത് രക്ഷയുടെ മാർഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്നിൽ നിത്യജീവൻ ഉണ്ടെന്ന്, തന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിക്കയില്ലെന്ന്, അവന് നിത്യജീവൻ പ്രാപിക്കുമെന്ന്, അവൻ യുഗായുഗങ്ങൾ ക്രിസ്തുവിനോട് കൂടെ വാഴുമെന്ന് ശ്രേഷ്ഠമേറിയ ഹല്ലേലൂയ ഗോസ്പൽ സുവിശേഷം അറിയിക്കുകയാണ്. വിത്ത് ഫ്രീ ഓഫ് ചാർജ്. യു ഡോണ്ട് നീഡ് to do anything at all. You don't have to fast to have salvation. രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നീ ഉപവസിക്കേണ്ട കാര്യമില്ല. രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ള സ്വത്തുക്കൾ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നീ വേറൊരു ലെവലിലാകേണ്ട കാര്യമില്ല. നീ ആയിരിക്കുന്ന ഇടത്ത് തന്നെ, ഏത് പാപത്തിന്റെ കുഴിയിലാണ് നീ ജീവിക്കുന്നതെങ്കിലും, ഇത്രയും കാലം നിന്റെ ജീവിതം വേസ്റ്റ് ആണെന്ന് തോന്നിയാലും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാപാപിയാണ് നീ എന്ന് തോന്നിയാലും, ഈ ഒരു നിമിഷം നീ നിന്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് നീ കടന്നു വരുന്നുവെങ്കിൽ, there starts a new beginning in Christ. ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നിനക്ക് അവിടെ ആരംഭിക്കും. 90-ാമത്തെ വയസ്സിലാണ് നിനക്ക് ആ ശ്രേഷ്ഠമേറിയ ഭാഗ്യം ലഭിച്ചെങ്കിൽ, കഴിഞ്ഞ 90 വയസ്സ് നീ ജീവിച്ചത് എങ്ങനെയെന്ന് കർത്താവ് ചോദിക്കില്ല. പക്ഷെ ചോയ്സ് ഈസ് യുവേഴ്സ്. ചോയ്സ് ഈസ് യുവേഴ്സ്. ലോകത്തിലേത് മതം ഇത് പഠിപ്പിക്കും, ലോകത്തിലേത് ഗുരു ഇത് പഠിപ്പിക്കും, ലോകത്തിലെ ഏത് മഹാത്മാവെന്ന് പറയുന്ന വ്യക്തി ഇത് പഠിപ്പിക്കും. വാഴ്ത്തപ്പെട്ട യേശു കർത്താവല്ലാതെ. ഇവിടെ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, അവരെല്ലാവരും പോയി എന്നാ ഈ ശിഷ്യന്മാരോടും പറഞ്ഞു നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, പത്രോസ് അവനോട് എന്താ പറഞ്ഞെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. യു ഹാവ് ദ വേർഡ്സ് ഓഫ് eternal words of eternal life. Where shall we go from you? നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുത്തേക്കാ പോകേണ്ടത്? Who should we go to? ആരുടെ അടുക്കലേക്കാ പോകേണ്ടത്? You are the one, you are the Messiah, you are the Holy One of God. നിന്റെ അടുക്കൽ ഞങ്ങൾ വേറെ എവിടേക്കാ പോകേണ്ടത്? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ രാത്രി ഇതാണ് ചിന്തിക്കേണ്ടത്. എത്രമാത്രം വചനം കേട്ടു, വചനം കേൾക്കുമെന്നൊക്കെ കൊണ്ട് നമ്മൾ ഓടുകയാണ്. വചനം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് ഓടുകയാണ്. എന്നാൽ ഒരു നിമിഷം അവിടുന്ന് നിന്നെ സഹോദര സഹോദരി, ഇത്രയും കാലം ടൺസ് ആൻഡ് ടൺസ് ആൻഡ് ടൺസ് ഓഫ് വചനം ചെവിക്കകത്തൂടെ കയറിയില്ലേ? അതിൽ ഒരു വചനമെങ്കിലും ഗൗരവത്തോടെ എടുത്ത് അനുസരിച്ചിരുന്നുവെങ്കിൽ എന്നേ നമ്മുടെ ജീവിതം മാറുമായിരുന്നു. അധികം ന്യായവിധിക്ക് വേണ്ടി വചനം കൂടുതൽ കൂടുതൽ കേൾക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കാരണം വചനത്തിൽ പറയുന്നു, unto whomsoever much is given of him shall be much required. അധികം കൊടുത്തിരിക്കുന്നവനോട് അധികമായി ആവശ്യപ്പെടും. എത്രമാത്രം കൂടുതൽ വചനങ്ങൾ കേൾക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുക. കാരണം കേട്ടിട്ടില്ലെന്ന് കർത്താവിന്റെ സന്നിധി പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മൾ ഗൗരവത്തോടെ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് we would be living for another 1000 years. അടുത്ത 1000 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുമെന്നുള്ള ഗ്യാരണ്ടി ഇല്ല നമ്മുടെ ഓരോരുത്തരുടെയും പോക്ക് മുന്നോട്ട്. But remember my brother, my sister, tomorrow is not in our hand. None of us here could ever say that by this time tomorrow I'll be alive. No. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാനൊക്കത്തില്ല നാളെ ഈ സമയത്ത് ഞാൻ ഇവിടെ ഭൂമിയിൽ ജീവനോടുണ്ടെന്ന്. മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ആർക്കും പറയുവാൻ പറ്റത്തില്ല നാളെ ഈ സമയത്ത് നീ ഭൂമിയിൽ ഉണ്ടാകുമെന്ന്, ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന്. കർത്താവിൻ്റെ കൃപയാ, കർത്താവിന് മാത്രമേ അറിയൂ എത്ര ആയുസ് അവിടെ നമുക്ക് തന്നിരിക്കുന്നതെന്ന്. പക്ഷേ he loves to speak to us because he doesn't want us to end up in eternal hell, destruction. നിത്യനാശത്തിൽ നമ്മൾ എത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. Why did Jesus come? ഞാൻ ഈ വചനത്തെ കണക്ട് ചെയ്ത് പോവുകയാണ്. എന്താണ് ഈ മാംസം, എന്താണ് ഈ രക്തം? കർത്താവിൻ്റെ ശരീരമെന്ന് കർത്താവ് പറഞ്ഞു, ഈ ശരീരം ഭക്ഷിച്ചാൽ നിനക്ക് ജീവനുണ്ട്, ഇത് ഭക്ഷിക്കാഞ്ഞാൽ നിനക്ക് ജീവനില്ല, ഈ രക്തം കുടിച്ചാൽ നിനക്ക് ജീവനുണ്ട്, കുടിച്ചില്ലെങ്കിൽ നിനക്ക് ജീവനില്ല. എന്താണ് കർത്താവിൻ്റെ ശരീരമാകുന്ന ഈ ഭക്ഷണം? എന്താണ് ഈ രക്തം? നമുക്ക് മുന്നോട്ട് ചില വചനങ്ങളെ കണക്ട് ചെയ്തൊന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു. കർത്താവ് പറയുന്ന, ആടുകൾ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ പേർ ചൊല്ലി പിടിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. അങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ഷീപ്പിനെ കുറിച്ച്, ആടുകളെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് 10-ൽ പറയുകയാണ്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. Why did Jesus come? Jesus came to give us life in abundance. എഴഞ്ഞു പോകാനല്ല, ചലിക്കുന്ന പ്രാണികളല്ല. നമുക്കറിയാം, ഹാഫ് ഡെഡ് ആയിട്ടുള്ള മൃഗങ്ങളായിക്കോട്ടെ, ഈ ക്രീപ്പേഴ്സിനെ ആയിക്കോട്ടെ, എഴഞ്ഞു നടക്കുന്ന ഒരു പാമ്പിൻ്റെ തലയ്ക്കൊരു തട്ട് തട്ടാമെങ്കിൽ, ഒരു അടി അടിക്കാമെങ്കിൽ അതെന്ത് ചെയ്യുമെന്നറിയാമോ? അതുവരെ അതിവേഗത്തിൽ, ഒരു പക്ഷേ ഭയങ്കര സ്പീഡിൽ, മീറ്ററുകൾ
ഓടിപ്പോകുന്ന പാമ്പ്, എഴഞ്ഞു പോകുന്ന പാമ്പ് തലയ്ക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ കടന്ന് പതുക്കെ 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 എഴയാൻ നോക്കും. മനസ്സിലായ സഹോദരങ്ങൾ? അതിൻ്റെ സ്പീഡെല്ലാം പോയി. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഹാഫ് ഡെഡ്. ചലിക്കുന്ന ജീവികളാണ്, ചലിക്കുന്നു. ഇറ്റ് ജസ്റ്റ് മൂവ്, ഇറ്റ് ജസ്റ്റ് ക്രീപ്സ്. അത് എഴയുക. നമ്മൾ എഴയാൻ വേണ്ടിയല്ല, നമ്മൾ ചലിക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. കഴുകനെ പോലെ പറന്ന്, കഴുകനെ പോലെ ചിറകടിച്ച് പറന്നു വരുവാൻ തക്കവണ്ണം, കുതിരകളെ വെല്ലുന്ന സ്പീഡിൽ നമ്മൾ ഓടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ആ ജീവൻ പ്രാപിച്ച് കർത്താവിനൂടെ ജീവിപ്പാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ആ കർത്താവ് വന്നത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഡു വി ഹാവ് ദ ലൈഫ് ഇൻ അബണ്ടൻസ് ഇൻ us? നമ്മുടെ ജീവിതത്തിൽ നോക്കി ആ ജീവന്റെ സമൃദ്ധി നമ്മളിൽ ഉണ്ടോ? നമ്മൾ സാവധാനം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷമുണ്ടോ? നമ്മുടെ മുഖം കണ്ടാൽ ഈ സന്തോഷം തോന്നുന്നുണ്ടോ? ഈ ലോകത്തിലുള്ളവർ ചിരിച്ച് കളിച്ച് നടക്കുമ്പോൾ, അവർ ഭൗതികമായ വിഷയങ്ങളിൽ ഉല്ലസിച്ച് നടക്കുമ്പോൾ, അവരെ പോലെയല്ല നമ്മളെന്ന് നമ്മൾ പറയുന്നു. അവർ കാണിക്കുന്ന ഒരു മുഖത്ത് ഒരു ചിരിയെങ്കിലും നമ്മുടെ മുഖത്തുണ്ടോ? ഇല്ല, നമ്മുടെ മുഖത്ത് ചിരിയില്ല. നമ്മളെപ്പോഴും ഗ്ലൂമി ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെന്തോ വലിയ തലയിൽ വലിയ ഭാരവും വെച്ചുകൊണ്ട് നടക്കുകയാണെന്നുള്ള രീതിയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ഉള്ളിലേക്ക് ജീവൻ വന്നു കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞാൽ, nothing in this world can ever shake us up. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ കാരാഗൃഹത്തിന്റെ നടുവിൽ കിടന്നുകൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ അവരുടെ ജഡ്ജ്മെന്റിന് വേണ്ടി, ശിക്ഷാവിധിക്ക് വേണ്ടി, നീറോ ചക്രവർത്തിയുടെ കയ്യിൽ നിന്നുള്ള ഓർഡറിന് വേണ്ടി, അവന്റെ കൽപ്പനയ്ക്ക് വേണ്ടി, തന്റെ മരണം ഏത് നിമിഷവും സംഭവിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കുന്ന പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. തടവറയിൽ കിടക്കുന്ന പൗലോസിന് സന്തോഷിക്കുവാൻ തടവറ ഒരു പ്രശ്നമായിരുന്നില്ല, കയ്യെ കിടന്ന് വിലങ്ങൊരു പ്രശ്നമായിരുന്നില്ല. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയില് പത്രോസ് അപ്പുറത്തും ഇപ്പുറത്തും കാവൽക്കാരുടെ മധ്യത്തില് കൈകളിൽ വിലങ്ങ് കാലുകളിൽ വിലങ്ങിരുന്നു കൊണ്ട് സുഖമായി ഉറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അകത്ത് വെളിച്ചം പ്രാപിച്ച, അകത്ത് കൃപ പ്രാപിച്ച, പരിശുദ്ധാത്മാവ് നിറഞ്ഞ നിത്യതയെ തന്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഒരു ദൈവ പൈതലിന് കയ്യിൽ കിടക്കുന്ന വിലങ്ങ് പ്രശ്നമല്ല, കാലിൽ കിടക്കുന്ന വിലങ്ങ് പ്രശ്നമല്ല, ചുറ്റുമില്ല ഉള്ള തടവറ പ്രശ്നമല്ല. അവൻ ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷിക്കും. പ്രൈസ് ഗാഡ്. നമ്മൾ മറന്നു പോകരുത്, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. നമ്മൾ പലരും ചലിക്കുന്ന ജീവികളായി മാറിക്കൊണ്ടിരിക്കുക. പണ്ട് ജീവനുള്ള പലരും ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അവരുടെ ജീവിതത്തിലേക്ക് നോക്കി ഇപ്പൊ ചലനമാ. നിസ്സാര കാര്യങ്ങള് ഹല്ലേലൂയ അവരുടെ ശേഷിയെ കെടുത്തുകയാണ്. നിസ്സാര കാര്യങ്ങള് അവരുടെ ആ തേജസ്സിനെ കൊണ്ടുപോവുകയാണ്. പിശാച് വഞ്ചിക്കുകയാണ്, നമ്മുടെ സ്പീഡിനെ കുറയ്ക്കുകയാണ്, നമ്മുടെ ശുശ്രൂഷകൾക്ക് അവൻ തടസ്സം കൊണ്ടുവരികയാണ്. കർത്താവ് പറയുക, നീ എഴഞ്ഞു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നീ ചലിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അനേകരെ ചലിപ്പിക്കുവാനുള്ള ശക്തി നിന്റെ മേൽ പകർന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചത് എന്താണെന്നറിയാമോ? ജീവൻ നഷ്ടപ്പെട്ടു പോയി അനേകർക്ക് ക്രിസ്തുവാകുന്ന ജീവനെ കൊടുക്കുവാൻ തക്കവണ്ണമാണ് നിന്നെ വിളിച്ചത്. നിന്നിൽ ആ ജീവൻ പകരപ്പെട്ടിട്ടില്ലെങ്കിൽ, നിന്നിൽ ആ ജീവൻ പ്രത്യക്ഷമല്ലെങ്കിൽ, നിനക്ക് എങ്ങനെ മറ്റൊരു വ്യക്തിയെ ആശ്വസിപ്പിച്ച ജീവനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും? ഇവിടെ പറയുന്നു, സമൃദ്ധിയായിട്ടുണ്ടാകുവാനാ ഞാൻ വന്നത്. ആ സമൃദ്ധി, സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി ശാന്തമായി ഒന്ന് ചിന്തിച്ച്, എന്നിൽ ആ സമൃദ്ധി വന്നിട്ടില്ലെങ്കിൽ, നിങ്ങളിൽ ആ സമൃദ്ധി വന്നിട്ടില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് റിച്ച്നെസ് ഫ്രം ദ ലോർഡ്, ഗോ kneel down before him and say, Lord, you promised that you have come to give me life in abundance, but I don't have that abundance in me. എന്നിൽ ആ സമൃദ്ധിയില്ല, എന്നിൽ എപ്പോഴും ഗ്ലൂമിയാ, എന്നിൽ സന്തോഷമില്ല, എന്നിലൊരു കംഫർട്ടില്ല, സ്വസ്ഥതയില്ല, എന്നിൽ റെസ്റ്റില്ല. ഞാൻ ചിരിക്കാൻ വേണ്ടി ചിരിക്കുക, മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതി ഞാൻ ചിരി വരുത്തുക. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് വോളണ്ടറി ഫ്രം മൈ ഇന്നർമോസ്റ്റ് ബീയിങ്. എൻ്റെ അകത്തു നിന്ന് അത് വരുന്നില്ല. സ്പീക്ക് ടു ദ ലോർഡ്. ദ ലോർഡ് വിൽ ഹെൽപ്പ് us. The Lord will help us. He has come for that. Hallelujah. മുന്നോട്ട് ഈ അപ്പവും വീഞ്ഞും അല്ലെങ്കിൽ കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യും. ശരീരവും രക്തവും ശ്രദ്ധിച്ചു കേൾക്കണമേ. ബോഡി ആൻഡ് ദ ബ്ലഡ് ദാറ്റ് ടോക്സ് ദ ഹോൾ ബീയിങ്. ശരീരവും രക്തവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ശരീരത്തേക്ക് നോക്കിയാൽ എൻ്റെ ശരീരമുണ്ട്, എൻ്റെ ശരീരത്തിനകത്ത് എക്സ്റ്റേണൽ ഓർഗൻസ് ഉണ്ട്, ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ട്. എക്സ്റ്റേണൽ ഓർഗനും ഇൻറ്റേർണൽ ഓർഗനും ഉള്ളത് കൊണ്ട് ഞാൻ ലൈവാണോ? അല്ല. എത്രയോ ഡെഡ് ബോഡികൾ താഴെ വീണ് കിടക്കുന്നു. ഈ എക്സ്റ്റേണൽ ഓർഗനും ഉണ്ട്, ഇൻറ്റേർണൽ ഓർഗനും ഉണ്ട്. ആർ ദേ അലൈവ്? നോ. കാരണം there is no life blood in them. The blood is dead. The blood is dead.
That is the reason they died. Hallelujah. എൻ്റെ ശരീരവും എൻ്റെ രക്തവും എന്ന് പറഞ്ഞാൽ that talks about a whole being. കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം നീ ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായി നിന്റെ ഉള്ളിലേക്ക് വരണമെന്ന് അതിൻ്റെ അർത്ഥം. You have to believe in me, you have to receive me whole in you, not partly. You have to become a total disciple. You have to take me the whole way. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇതിനൊരു ദൃഷ്ടാന്തം കാണിക്കുന്നുണ്ട്. ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലുള്ള നിഴലുകളാണ് പുതിയ നിയമത്തിൽ പൊരുളുകളായി റിയാലിറ്റി ആയിട്ട് മാറിയത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ മോശയോടും അഹരോനോടും യഹോവയായി ദൈവം കൽപ്പിക്കുന്നുണ്ട്. ആ പുറപ്പാടിന് മുമ്പായിട്ട് അവർ മിസ്രയീം വിട്ട് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിട്ട് അവർ ഓടുന്നതിന് മുമ്പായിട്ട് പെസഹ കുഞ്ഞാടിനെ അറുക്കപ്പെടുന്ന ദിവസം, പെസഹായുടെ ദിവസം, നമുക്കറിയാം സംഹാര ദൂതൻ വരാൻ പോകുന്ന ദിവസം, ആ ദിവസത്തെക്കുറിച്ച് ആ 12-ാം അധ്യായത്തിൽ പറയുന്നത്. അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, എന്തെന്നറിയാമോ, നിങ്ങൾ പെസഹ കുഞ്ഞാടിനെ അറുത്ത് തീ കൊണ്ട് ചുട്ട് റോസ്റ്റ് ചെയ്തിട്ട് മുഴുവനുമായും കഴിക്കണം. ശ്രദ്ധിക്കണമേ, മുഴുവനുമായും കഴിക്കണം. പിറ്റേ ദിവസത്തേക്ക് ശേഷിപ്പിക്കരുത്. അഥവാ എന്തെങ്കിലും ശേഷിച്ചാൽ അതിനെ തീയിട്ട് ചുട്ടുകളയണം. യു നീഡ് ടു, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന, യു നീഡ് ടു കൺസ്യൂം ഇറ്റ് ഫുള്ളി, കംപ്ലീറ്റ്ലി. എന്താ അത് പഠിപ്പിക്കുന്നതെന്നറിയാമോ? ആ പെസഹ കുഞ്ഞാടാണ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടായ ക്രിസ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത്? അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്ന്, that talks about God's protection over their life. അതിന് ഭക്ഷണം, ആ പെസഹ കുഞ്ഞാടിനെ റോസ്റ്റ് ചെയ്ത്, അതിനെ കൊന്നു കഴിഞ്ഞ് അതിനെ റോസ്റ്റ് ചെയ്തിട്ട് അതിനെ, ശ്രദ്ധിച്ചു കേൾക്കണമേ, അതിനെ അവർ ഭക്ഷിച്ചു. അതിന്റെ രക്തം എന്തോ ചെയ്തു? കൊണ്ട് കളഞ്ഞോ? എവിടെയും ഇല്ല. കട്ടളമേലും കുറുപ്പടിമേലും അവർ പുരട്ടി. ഹല്ലേലൂയ. അതിന്റെ ശരീരം അവരുടെ ഭക്ഷണമായി തീർന്നു. അതിന്റെ രക്തം അവരുടെ പ്രൊട്ടക്ഷനായി മാറി, അവരുടെ സംരക്ഷണമായി മാറി. ശ്രദ്ധിച്ചു കേൾക്കണമേ, അതാ ദ ഹോൾ. ശ്രദ്ധിച്ചു നോക്കിയേ, അതെന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? ഗോഡ്സ് പ്രൊട്ടക്ഷൻ, ഗോഡ്സ് ഡെലിവറൻസ്, then God's covenant between him and Israel. And the other thing is this, the final thing is there, it is the substitutionary atonement. പ്രായച്ചിത്തം, അവരുടെ പാപത്തിന് പ്രായച്ചിത്തമായി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. അതാ ദ ഹോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്. പ്രൈസ് ഗോഡ്. യേശു കർത്താവിനെ പൂർണ്ണമായി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. യേശു എൻ്റെ ജീവിതത്തിൽ പൂർണ്ണനായി തീർന്നിരിക്കുന്നു. അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ യേശു കർത്താവ് പൂർണ്ണനാകുന്നില്ല. കാരണം അവർ ഭാഗികമായിട്ടാണ് എടുക്കുന്നത്. ഇവിടുന്ന് ചിലതെടുക്കും, അവിടുന്ന് ചിലതെടുക്കും, അവിടുന്ന് ചിലതെടുക്കും. മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല, ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. യേശു കർത്താവിനെ സ്നേഹിതൻ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഗുരു എന്ന് പറയുവാൻ കോണം ഇഷ്ടമല്ല. ഹല്ലേലൂയ. യേശു കർത്താവിനെ കുറിച്ച് കേട്ട് എല്ലാവരും പറയുന്നത് ഗോഡ് ഈസ് ലവ്. യെസ്, ഗോഡ് ഈസ് ലവ്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് എ ജഡ്ജ്, ഹി ഈസ് എ സേവിയർ. ചിന്തിച്ചു നോക്കിയേ, ദൈവ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കും, ദൈവ കോപത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കത്തില്ല. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കും, നരകത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ ആഗ്രഹമില്ല. അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് പറയാം, വഴികളിൽ നടന്നില്ലെങ്കിൽ ഒരു ശാപം നിന്റെ മേൽ വരുമെന്നുള്ളത് കേൾക്കുവാൻ നമുക്ക് താല്പര്യമില്ല. We don't need the whole thing, we need part. നമുക്ക് മൊത്തം വേണ്ട, നമുക്ക് പകുതി മതി, നമുക്ക് ഇഷ്ടമുള്ളത്. കർത്താവ് പറയുക, നീ മൊത്തമായി എടുക്കണം. പെസഹ കുഞ്ഞാട് മൊത്തമായിട്ട് അവർക്ക് അനുഗ്രഹമായി തീർന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കണം, എനിക്ക് സമയമില്ല. അവിടെ പറയുന്നത് എന്താ അറിയാമോ? ഒരവയവം പോലും മാറ്റരുത്. അതിനെ റോസ്റ്റ് ചെയ്യുമ്പോൾ കൈയും കാലും തലയും അന്തർഭാഗങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. ഒരു ഭാഗം പോലും നീ മാറ്റിവെക്കരുത് എന്നാ പറയുന്നത്. എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ലെഫ്റ്റ് ഓവർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻ ദ മോർണിംഗ് ദാറ്റ് ഹാസ് ടു ബി ബേൺഡ് ഓഫ്. യു കനോട്ട് ത്രോ ഇറ്റ് അവേ. കർത്താവിന്റെ കൽപ്പനയാണ്. യേശു കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം നിന്റെ വിടുതലിന്, എൻ്റെ രക്തം നിന്റെ വിടുതലിന്. എന്തിന്? നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി, നിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നിന്റെ ഡെലിവറൻസിന് വേണ്ടി. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടതായിരുന്നു. ഗോഡ്സ് പ്രൊട്ടക്ഷൻ ഓവർ ദം, ഗോഡ്സ് ഡെലിവറൻസ് ഫ്രം ദ ക്യാപ്റ്റിവിറ്റി. മൂന്നാമത്തേത്, ഇറ്റ് ഈസ് ഹിസ് കവനന്റ്. ഇറ്റ് ഈസ് ദി ടോക്കൺ ഓഫ് ഹിസ് കവനന്റ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ദ പീപ്പിൾ. ഫൈനലി the Passover lamb was a substitutionary atonement.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളത് മറന്നു പോകരുത്. ഏതൊരു ദൈവ പൈതലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ആഗ്രഹത്തോടെ വരണം. കർത്താവേ, ഐ ആം ഹംഗ്രി. കർത്താവേ, ഐ ആം thirsty. ഐ നീഡ് മോർ ഓഫ് യു. എനിക്ക് വേണം. I haven't come to that level. I am not content spiritually speaking. Physically we all must be content. ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് തൃപ്തി വേണം എല്ലാത്തിലും. കർത്താവ് തന്നതൊക്കെ മതിയെന്നൊരു തൃപ്തി നമുക്ക് വേണം. നാളെ അവൻ കൂടുതൽ തരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ച് അവിടത്തേക്ക് സ്തോത്രം ചെയ്യും. അതിലൊരു ഭാഗം ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. കർത്താവ് തരുന്നതനുസരിച്ച് കർത്താവിനെ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. പക്ഷെ നമ്മൾ ഒരിക്കലും ഗ്രീഡി ആവരുത്. എനിക്ക് അതുകൂടെ വേണമെന്ന് പറയരുത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ സേ. ഫിസിക്കലി വി നീഡ് ടു ബി കണ്ടന്റ് ഓൾ ദ ടൈം. ഭൗതികമായിട്ട് നമ്മളെപ്പോഴും തൃപ്തിയുള്ളവരായിരിക്കണം. കർത്താവ് തന്നതിനകത്ത് ജീവിപ്പാനുള്ള തൃപ്തി നമുക്കുണ്ടാകണം. ബട്ട് സ്പിരിച്വലി സ്പീക്കിംഗ് വി ഷുഡ് നെവർ എവർ ബി കണ്ടന്റ്. ആത്മീക ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവരുത്. തൃപ്തി ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലെന്നല്ല, ഇനിയും എനിക്ക് വേണം. ഐ നീഡ് മോർ ഓഫ് ക്രൈസ്റ്റ്. ഐ നീഡ് മോർ ഓഫ് ഹിം. കർത്താവേ, ഹല്ലേലൂയ, എനിക്ക് ഇന്ന് വരെ കിട്ടിയത് പോരാ. മന്നയെ കുറിച്ച് പറയുന്ന പോലെ ഇന്ന് പറക്കിയ മന്ന പോരാ. എനിക്ക് നാളത്തേക്ക്, നാളെ രാവിലെ വീണ്ടും എഴുന്നേറ്റിട്ട് ഐ നീഡ് ടു ഗോ ഔട്ട് ആൻഡ് പിക്ക് മന്ന, കളക്ട് മന്ന for tomorrow. What about day after tomorrow? Don't worry about that. Day after tomorrow morning I'll get up and go out and I will collect manna. What about next month? Yeah, if the manna comes I will go out and I will collect it. They have no worries. മരുഭൂമിയിൽ നടന്ന ആ ജനത്തിന് ഒരു വറീസും ഇല്ലായിരുന്നു നാളെക്കുറിച്ച്. അവരോട് ചോദിച്ചു, നാളെ സൂര്യൻ ഈ മരുഭൂമിയിലൂടെയല്ലേ നിങ്ങൾ നടക്കുന്നത്? നാളെ സൂര്യന്റെ ചൂട് കൂടിയാൽ എന്താ പറ്റും? അപ്പോഴവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഒന്നും വിഷമില്ല. കാരണം പകലൊരു മേഘസ്തംഭമുണ്ട്, മേഘത്തിന്റെ ഖനം ദൈവം കൂട്ടും. നാളെ കൂടുതലിട്ടാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്ത് പറ്റും? ഞങ്ങൾക്കൊരു വറീസുമില്ല. ഇന്നലെ രാത്രി വരെ ആ മേഘസ്തംഭവും അഗ്നിത്തൂണും ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും ആ അഗ്നിത്തൂണും ഉണ്ടാവും. ആ ജനത്തിന് ഒരു ഭാരവുമില്ല. വചനം പറയുന്നു, അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, കാല് നീര് വന്നൊന്നും വീർത്തുവൊന്നുമില്ല. ഇത്രയും നടന്നിട്ട്, കിലോമീറ്ററുകൾ നടന്നിട്ട്, വർഷങ്ങൾ നടന്നിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. കാരണം എന്തെന്നറിയാമോ? കർത്താവ് അവരുടെ കൂടെ നടന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, we need to come to God with that hunger and with that thirst. ആ വിശപ്പോടും ആ ദാഹത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. ഞാൻ പറഞ്ഞതുപോലെ ഈ വചനങ്ങളൊന്നും കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല. കാരണം പിശാച് അവരുടെ കണ്ണുകൾ കുരുടാക്കിയിരിക്കുക. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നൊരു വാക്യം പറയുന്നുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളവരെ കുറിച്ചല്ല. അവിടുത്തെ വാക്യം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാത്തവർ എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അത് ദൈവസഭയ്ക്കകത്തിരിക്കുന്നവരായാലും വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ അവിശ്വാസികളാണ്. ദൈവവചനത്തിൻ്റെ പല വിഷയങ്ങളിലും അവിശ്വാസികളാണ് നമ്മൾ. യേശുവിനെ വിശ്വസിച്ചെന്ന് പറയുന്നു, പക്ഷേ ദൈവവചനം മുഴുവനും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. സന്ദർഭികവശമായിട്ട് കർത്താവ് സംസാരിക്കുന്ന യേശു ആരാണ്? ഹി ഈസ് ദ വേർഡ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. താഴേക്ക് വായിച്ചു വരുമ്പോൾ 14-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, അവിടെ എഴുതിയിരിക്കുന്നു, വചനം ജഡമായി തീർന്നു. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ ആരാ വചനം? യേശു ക്രിസ്തുവാണ് വചനം. അപ്പൊ ദൈവവചനത്തിന്റെ ഒരു ഭാഗം എനിക്ക് വേണം, വേറെ ഭാഗം വേണ്ട എന്ന് പറഞ്ഞാൽ അതാ മുമ്പേ പറഞ്ഞത്, പകുതി യേശുവിനെ വേണം, പകുതി യേശുവിനെ എനിക്ക് വേണ്ട. അങ്ങനെയല്ല ദൈവ പൈതലേ. നീ ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ, ഞാനൊരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ, no matter what it costs, no matter what the word demands me to change, I must receive the word into my heart and I must be willing to change according to the word. Then only I can say, full of Jesus Christ I am receiving. യേശുവിനെ പൂർണ്ണമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോൾ ബീയിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, we need to be needy all the time at the feet of the Lord. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, കർത്താവിലേക്ക് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു. അകൃത്യത്തിലും പാപത്താലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു. So we were dead in our transgressions and sins. We were dead. What does a dead person need? എന്താ ഒരു മരിച്ചയാളിന് വേണ്ടത്? He needs life. That's it. Not reformation.
മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയോട് ചോദിച്ച് അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഡെഡ് ബോഡിയോട് ചോദിച്ച് കുറച്ചുകൂടെ പൗഡർ മുഖത്തോട് പൂശട്ടെ, കുറച്ചുകൂടെ വില കൂടിയ പെർഫ്യൂം അടിച്ചൊഴിക്കട്ടെ, കാലിലെ ഷൂ മാറിയിട്ട് വേറെ 2 ഷൂ ഇടട്ടെ, ഈ പെട്ടി ഇച്ചിരിയുടെ വലിപ്പത്തിലാക്കട്ടെ. അനങ്ങത്തില്ല. ആ ഡെഡ് ബോഡിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡെഡ് ബോഡി ഒരു കാര്യം പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇച്ചിരി ജീവൻ തന്നാൽ മതി. മരിച്ചവന് വേണ്ടത് ജീവനാണ്, മറ്റ് റിഫർമേഷൻ അല്ല, പാച്ചപ്പ് വർക്കല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, എഫെസ്യ ലേഖനം 2:1 പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ഞാൻ വേഗം ചില വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ പ്രാധാന്യമുള്ള ചില വാക്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, അനേകർക്ക് താല്പര്യമില്ലതൊന്നും കേൾക്കാൻ, അനേകർക്ക് ഇതിൻ്റെ ഒന്നും ആഗ്രഹമില്ല. പലരും ചിന്തിക്കുന്ന ദിസ് ഈസ് ദ വേർഡ് ഓഫ് കണ്ടംനേഷൻ, ഇത് ശിക്ഷാവിധിയുടെ വചനമാണെന്ന. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇന്ന് നീ നിൽക്കുന്നുവെങ്കിൽ നാളത്തെ ശിക്ഷാവിധിയിൽ നീ രക്ഷപ്പെടും. അതല്ല, ഇന്ന് നിനക്ക് നിൽക്കുവാൻ സമയമില്ലെങ്കിൽ നാളത്തെ ശിക്ഷാവിധിയിൽ നീ അകപ്പെടും. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനാണ് നാളത്തെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇന്ന് നിനക്ക് നിൽക്കുവാൻ സമയമില്ലെങ്കിൽ ഇത് ശിക്ഷാവിധിയുടെ വചനമാണെന്ന് പറഞ്ഞ് ഈ വചനത്തിന്റെ മുമ്പാകെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സമയമില്ലെങ്കിൽ നിത്യമായ ശിക്ഷാവിധിയുടെ മധ്യത്തിൽ നീ വീഴും. വീഴാതിരിക്കാനായി വചനം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. വീഴാതിരിക്കാനായി വചനം പ്രസംഗിക്കുവാനുള്ള അഭിഷേകം ദൈവദാസന്മാരുടെ മേലും ദൈവദാസിമാരുടെ മേലും കർത്താവ് പകരുന്നത്. ഒരൊറ്റ വ്യക്തി പോലും ഇത് അറിഞ്ഞില്ല എന്ന് പറയുവാനിടയാവരുത്. കേൾക്കാൻ മനസ്സില്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്ത് വെളിയിൽ പോകാൻ ആഗ്രഹമെങ്കിൽ അത് പഠിപ്പിക്കുന്നയാളിൻ്റെ കുറ്റമാണോ, സ്കൂളിൻ്റെ കുറ്റമാണോ? അല്ലെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്, അത് ആരുടെ കുറ്റമാ? ചിലരുടെ എന്നും ക്ലാസ്സിൽ പോകാതിരിക്കും, ആബ്സെന്റ് ആയിരിക്കും, ആരുടെ കുറ്റമാ? സ്കൂളിൻ്റെ കുറ്റമാണോ, പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ കുറ്റമാണോ? സഹോദര സഹോദരി, none of us can ever escape from God. ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് ആർക്കും പറ്റില്ല. If you take your life seriously, let me tell you, if you think that this is a word of condemnation, you can take the way you want it. ഇത് ശിക്ഷാവിധിയുടെ വചനമാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ ഏറ്റെടുക്കാം. പക്ഷേ എന്നെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത് ഈ തിരുവചനത്തിനകത്ത് മായം ചേർക്കാതെ, വള്ളിപുള്ളി മാറ്റാതെ, അവരെന്ത് എന്ന ഹൃദയത്തിൽ തന്നിരിക്കുന്നുവോ അത് അതുപോലെ പ്രസംഗിക്കാനാണ്. ഞാൻ മാത്രമല്ല, അനേക ദൈവദാസന്മാരെ ദൈവദാസിമാരെ ലോകത്തിന്റെ പല കോണുകളിലും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ സഹോദരിമാരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവേ എനിക്ക് ജീവൻ വേണമെന്ന് പ്രാർത്ഥിക്കുക. ജീവൻ വരുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ആ കർത്താവ് വന്നത്. റോമാലേഖനത്തിലേക്ക് വന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് സമയമെടുക്കുന്നില്ല. ഞാനൊന്ന് വായിക്കുക. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാകും. 7 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ നാം എത്രയധികമായി രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യത്തിന്റെ അർത്ഥങ്ങൾ അറിയാമല്ലോ ദൈവമക്കളെ. കർത്താവിന്റെ അടുക്കലേക്ക് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, പാപത്തിന്റെ മോചനത്തിന് വേണ്ടി, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു വന്ന് ദൈവത്തോടുള്ള നിരപ്പ് നമ്മൾ പ്രാപിക്കണം. We need to be reconciled with God through His Son Jesus Christ. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കൊലോസ്യ ലേഖനത്തിലൊരു വാക്യം കൂടെ, അത് വാക്യം കൂടെ ഞാനിപ്പോൾ ചെയ്തതുപോലെ ഒന്ന് വായിക്കത്ത് മാത്രമേ ഉള്ളൂ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 1:21. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നമുക്ക് മനസ്സിലായോ? ഈ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നില്ലെങ്കിൽ, കർത്താവിനെ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചില്ലെങ്കിൽ, അവിടുന്ന് ഒരുക്കിയ രക്ഷാപദ്ധതി പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ
കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശത്രുക്കളായി തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ നിലനിൽക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, കൃപ പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. We must be needy all the time. നമ്മളെപ്പോഴും അത്യാവശ്യക്കാരായിട്ട് ദൈവസ്ഥലം നിൽക്കണം. അടുത്ത 5-8 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 3:23 ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസമില്ല. There is no difference. Everyone has sinned and found short of the glory of God. ഒരു വ്യക്തിക്കും പറയണത് അങ്ങനെയാണെങ്കിൽ we all have to come to God in need. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ആവശ്യക്കാരായിട്ട് കടന്നു വരണം. ഹല്ലേലൂയ. ഇതിന് കാരണം ഇത് 2-3 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. There are 2-3 reasons for that. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. Why should we come to God all the time? Why should we feel like we are needy all the time? എപ്പോഴും മരിക്കുന്ന നിമിഷം വരെയും ഞാൻ ആവശ്യക്കാരിയാണെന്നുള്ള ബോധ്യം എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടത്? 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രവൃത്തികൾ അത് വെളിപ്പെടുത്തുന്ന നമുക്ക് കർത്താവിനെ വേണം. നമ്മൾ പാപികളാണ്. കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ, കർത്താവിൻ്റെ കരുണയില്ലെങ്കിൽ, കർത്താവിൻ്റെ ദയയില്ലെങ്കിൽ നമ്മൾ പാപികളാണെന്ന് നമ്മുടെ പ്രവൃത്തികൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നമ്മളെ നന്നായിട്ട് അറിയത്തില്ലേ സഹോദരങ്ങളെ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളൊരു നിഗൂഢ മനുഷ്യനുണ്ട്, ഒരു ഫ്ലഷ്, ഒരു ജഡമുണ്ട് നമ്മുടെ ഉള്ളിൽ. ഈ ജഡം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. If you speak out all those things which you think, and if you do all the things which you plan in an evil way, I tell you, people will stone you down. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം നമ്മൾ പുറത്ത് പറയാമെന്ന് വെച്ചു. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ അന്നേരം ചെയ്യുക എന്ന് വെച്ചു. ഞാൻ പറയുന്നല്ലോ, ലോകത്തിലെ മനുഷ്യർ നമ്മളെ കല്ലെറിയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രമാത്രമായ ഗൂഢമായ ഒരു മനുഷ്യനാണ് നമ്മളിൽ പലരിലും ഉള്ളത്. ചിന്തിച്ചു നോക്കേണ്ടത് അത്. ഹല്ലേലൂയ. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്, സിവിലൈസേഷൻ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്തെന്നറിയാമോ? സംസ്കാരം. ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പാപപ്രവണതകളെ മറച്ചു വെക്കുവാൻ ഈ ലോകം നമ്മളെ അഭ്യസിപ്പിക്കുന്നുണ്ട് അല്ലേ? നമ്മളോട് പറയും കള്ളം പറയല്ലേ. അതിൻ്റെ അർത്ഥം കള്ളം ചിന്തിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ പറയാതിരുന്ന് വെച്ചാൽ മാത്രം മതി. മോഷ്ടിക്കല്ലേ, പക്ഷെ മോഷ്ടിക്കാനുള്ള ആഗ്രഹം ഉള്ളിലുണ്ടോ കുഴപ്പമില്ല, മോഷ്ടിക്കരുതെന്നേ ഉള്ളൂ. ചീത്ത പറയല്ലേ, പക്ഷെ ഉള്ളി വേണേൽ ചീത്ത പറഞ്ഞോ ശപിച്ചോ കുഴപ്പമില്ല, പക്ഷെ പുറത്ത് പറയല്ലേ. കാരണം അതിനാ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ ഈ പുള്ളിക്ക് സംസ്കാരമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഉള്ളിലുള്ളതെല്ലാം അതുപോലെ പുറത്ത് പറയും. പക്ഷെ സംസ്കാരമുള്ളവരെന്താണെന്നറിയാമോ? ഉള്ളിലുള്ളതെല്ലാം അതുപോലെ പുറത്ത് പറയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സിവിലൈസേഷൻ. അപ്പൊ ഈ സിവിലൈസേഷൻ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ഭാവിയാ. മറ്റവൻ പുറത്ത് കാണിക്കുന്നു, ഇവന്റെ അകത്തിരിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, that shows that we are needy all the time for God's grace. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ കൃപ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും? ഏത് വിശുദ്ധന് പറയാൻ പറ്റും എൻ്റെ മനസ്സിലേക്ക് റോങ് തോട്ട്സ് ഒന്നും കടന്നു വരത്തില്ലെന്ന്? റോങ് തോട്ട്സ് കടന്നു വരും, പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ അന്നേരം അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അല്ലേ? ശരിയല്ലേ? അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നു, നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ നമുക്കറിയാം നന്മ ചെയ്യുവാൻ ആഗ്രഹം ദൈവദാസനുണ്ട്. അതുപോലെ 7:24 പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ശ്രേഷ്ഠനായ ഒരു ഭക്തനാണ് പറയുന്നത്. ഏറ്റുപറയുന്നവനാ ഭക്തൻ. ഒളിച്ചു വെക്കുന്നവൻ ഭക്തനല്ല, അവൻ ഹിപ്പോക്രിറ്റാണ്, കപടഭക്തിക്കാരനാണ്. ഒരു ഭക്തന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കർത്താവേ അങ്ങയുടെ കൃപയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവനാണ് ഭക്തൻ. എന്നാൽ ഞാൻ വീഴത്തില്ലെന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്നവനാണ് ഹിപ്പോക്രിറ്റ് അല്ലെങ്കിൽ കപടഭക്തൻ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണമേ, നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നത് കർത്താവിൻ്റെ കൃപ ഓരോ നിമിഷവും നമുക്ക് കൂടിയേ പറ്റൂ. ഹല്ലേലൂയ. സ്തോത്രം. അതുമാത്രമല്ല, നമ്മുടെ പ്രവൃത്തികൾ കണ്ടാണ് ലോകം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ എൻ്റെ ഹൃദയം കണ്ട് ആർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല. പറ്റുമോ? ഈ ലോകത്തിലുള്ളവർക്കാർക്കും എൻ്റെ ഹൃദയം കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് നന്മ നിറഞ്ഞ് അതെന്റെ പ്രവൃത്തികളായി വെളിയിലേക്ക് വരുമ്പോൾ ആ പ്രവൃത്തികളെ കണ്ട് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തും.
So we need the grace of God all the time. Praise God. ഹല്ലേലൂയ. രണ്ടാമത്തേത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി, ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതാണ്, പക്ഷേ ഞാനത് ലിമിറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? സിൻ ഈസ് ഇൻ അവർ ഹാർട്ട്, നോട്ട് ഇൻ അവർ വർക്ക്സ്, നോട്ട് ഇൻ അവർ സ്പീക്കിംഗ്. ഇത് ഹാർട്ടിലാണ് തുടങ്ങുന്നത് കേട്ടോ. സിന്ന് നമ്മുടെ ഹാർട്ടിനകത്താണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നു ലൂക്കോസിന് ശേഷം 6-ാം അധ്യായത്തിൽ 45-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. പലപ്പോഴും സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഒരു വൃക്ഷത്തിൻ്റെ ഫലം, കാഞ്ഞിരത്തിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ, അല്ലെ കാഞ്ഞിരത്തിൻ്റെ പഴം വെളിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്നേരം വന്നതല്ല, അതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ അത് കാഞ്ഞിരമാണ്. If you think of a bitter tree and if you find and trace a bitter fruit and you don't like to eat it, but from where this bitterness comes, it is not in the fruit, it is from the root. It is the nature of the tree. പാപം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അതിനെ അവിടെ വെച്ച് ഡീൽ ചെയ്യും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നീ കോപിക്കുന്നെങ്കിൽ നീ കൊലപാതകയാണെന്ന്. അല്ലേ? കാരണം കോപം എവിടുന്നാണ് വരുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. പുറത്ത് നീ കൊല ചെയ്യേണ്ട കാര്യമില്ല. പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, അകത്ത് കോപമുണ്ടെങ്കിൽ നീ കൊലപാതകയാണ്. ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവന് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നുവെന്ന് 5-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ആ സ്ത്രീയെ ഞാൻ നോക്കി, ഞാൻ വ്യഭിചാരം ചെയ്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്റെ ഹൃദയം കൊണ്ട് നീ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. കാരണം നിന്റെ ഹൃദയം കൊണ്ട് അവളെ ആഗ്രഹിച്ചു. നീ ഫിസിക്കലി ചെയ്യാത്തതെല്ലാം തന്നെ നിന്റെ ഉള്ളിൽ നീ ചെയ്തു കഴിഞ്ഞു. അതാ കർത്താവ് പറഞ്ഞു. സോ ഇറ്റ്സ് ഓൾ ടോക്കിംഗ് അബൌട്ട് ഇന്നർ ഹാർട്ട്. കർത്താവ് പറയുന്നു, പാപം നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. പാപം നമ്മുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം കർത്താവിന്റെ സന്നിധി നാം കരഞ്ഞേ പറ്റൂ. ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ കരഞ്ഞേ പറ്റൂ. ഈ ശരീരം നമ്മുടെ ഉള്ളിലേക്ക്, കർത്താവാകുന്ന കർത്താവിന്റെ ശരീരവും അവിടുത്തെ രക്തവും നമ്മുടെ ഉള്ളിലേക്ക് വന്നേ പറ്റൂ. അവരുമായി ഒരു ഉഭയ ബന്ധം എപ്പോഴും ഉണ്ടാകണം. മോർ ഓഫ് ഹിം ഇൻ മീ. ഒരു ബ്രെഡ് ഞാൻ എടുത്ത് അത് ടോസ്റ്റ് ചെയ്യുക അല്ലാതെയോ, അല്ലെങ്കിൽ ജാം പുരട്ടുകയോ അല്ലാതെയോ വെറുതെ പച്ചയ്ക്ക് ചവയ്ക്കുകയെന്ന് വെച്ചു. ഒരു ബ്രെഡ് എടുത്തിട്ട് അത് കടിച്ചു മുറിച്ച് ചവച്ചരച്ച് ഞാൻ ഉള്ളിലേക്ക് ആക്കുമ്പോൾ അത് മുഴുവനും എൻ്റെ അകത്ത് വന്നു. ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഞാനിത് കുടിക്കുകയാണെങ്കിൽ അത് മുഴുവനും എൻ്റെ അകത്ത് വന്നു. ദിസ് ഈസ് വാട്ട് ദി ലോർഡ് മീൻസ്. ഐ മസ്റ്റ് കം ഇൻസൈഡ് യു. എന്റെ ശരീരം നിനക്ക് ഭക്ഷണമായി തീരണം, എന്റെ രക്തം നിനക്ക് പാനീയമായി തീരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവനുമായി നിന്റെ ഉള്ളിലേക്ക് വരണം. ഭാഗികമായിട്ടല്ല, പൂർണ്ണമായി ഞാൻ നിന്റേതായി തീരണം, നീ എന്റേതായി തീരണം. അത് മാത്രമാണോ? അപ്പവും വീഞ്ഞും, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം അകത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണമേ, ഭക്ഷണം അകത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പാനീയം അകത്തേക്ക് നമ്മൾ കുടിക്കുകയും തിന്നുകയും ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? അത് ടോയ്ലറ്റിൽ പോവുകയല്ല ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മുടെ അകത്തൊരു ചില പ്രവൃത്തികൾ നടക്കും. അതിനകത്തുനിന്ന് പ്രോട്ടീൻസ് ആയാലും മറ്റ് ശരീരത്തിന് വേണ്ട മിനറൽസ് ആയാലും അല്ലെങ്കിൽ വിറ്റമിൻസ് ആയാലും അതെല്ലാം ബോഡി അബ്സോർബ് ചെയ്തതിന് ശേഷം വേസ്റ്റ് മാത്രമാണ് പുറത്ത് തട്ടുന്നത്. ഹല്ലേലൂയ. കാരണം ഇറ്റ് ബിക്കംസ് എ ഫ്ലഷ് ഇൻ അസ്. ഇപ്പം ഈ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞില്ലേ, ഈ കൊച്ചു കുഞ്ഞ് കർത്താവ് വന്നില്ല എങ്കിൽ ഒരു 25 years കഴിയുമ്പോൾ ഇത്രമേ ഉള്ളൂ. ഇതുവരെ ഈ കുഞ്ഞ് നിക്കറുകൊണ്ട് നടക്കുമോ? ചെറിയ ഇത് വേണ്ടില്ല. ഹി ബിക്കംസ് എ മാൻ. Why he becomes a man? Because of the food he is eating and the drink which he is drinking. അവൻ കഴിക്കുന്ന ആഹാരവും അവൻ കുടിക്കുന്ന വെള്ളവുമാണ് അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദര സഹോദരി, യേശു കർത്താവിനെ ഞാൻ പൂർണ്ണമായി സ്വീകരിച്ച് അവൻ എൻ്റെ ഉള്ളിലേക്ക് അവിടുത്തെ വചനമായി അവിടുത്തെ ആത്മാവായി എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യൻ വളരാൻ തുടങ്ങും. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഞാൻ വളരാൻ തുടങ്ങും. കർത്താവിന് പ്രതിരൂപമായി ഞാൻ മാറും. അവന്റെ രൂപത്തോട് ഞാൻ അനുരൂപപ്പെടും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണും. അതാ കർത്താവ് പറയുന്നത്. ബട്ട് നോബഡി വാണ്ട്സ് ടു ഫോളോ ദാറ്റ് വേ. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനം പ്രതി എന്നെ അനുഗമിക്കട്ടെ. ഇഫ് എനിവൺ വിഷസ് ടു ഫോളോ മീ ഹി ഹാസ് ടു ഡിനൈ ഹിംസെൽഫ്, ക്യാരി ഹിസ് ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ മീ. നമുക്ക് ക്രൂശ് എടുക്കുവാൻ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനെ അനുഗമിക്കുവാൻ്റെ കൊണ്ട് നമുക്ക് താല്പര്യമില്ല. നമ്മൾ മറ്റുള്ളവരോട് പറയും, നിങ്ങളങ്ങ് പൊക്കോ, ഞാൻ നേരിട്ട് ഷോർട്ട് കട്ടിൽ കൂടെ അവിടെ വന്നേക്കാം. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. ഹല്ലേലൂയ. Sin is inside us. It is in our intentions, in our thoughts.
which people cannot see. ഒരു വിശുദ്ധനായിട്ട് എനിക്ക് ആ കസറയിൽ ഇരിക്കാൻ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. ചിന്തിക്കണമേ. Sin is not in the clothes that you wear. Sin is not in the makeup that you are doing. Sin is not in anything. If you do everything moderately, reasonably, that is fine. പക്ഷെ പലപ്പോഴും നമ്മൾ പാപമായി കാണുന്നത് പുറത്തിരുന്ന വസ്ത്രത്തെയും നമ്മുടെ മറ്റു കാര്യങ്ങളെ എക്സ്പ്രഷൻ, പുറത്തുള്ള അപ്പിയറൻസിനെയാണ് നമ്മൾ പാപമായിട്ട് കാണുന്നത്. അതിനേക്കാൾ എത്രയോ വെസ്റ്റാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ കണ്ണ് കുരുടായിപ്പോയി. മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, കർത്താവ് തന്ന ജീവിതം, ഓരോ ദിവസവും മറ്റുള്ളവരെ വിധിച്ച് 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 സഭയിൽ വന്നാലും ആരാധിക്കാൻ സമയമില്ല. നമ്മൾ വിധിക്കാനാണ് നമുക്ക് സമയം. വിധിച്ച് 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 വായി കൊണ്ട് ഈ വിധി, അകത്തുള്ള വിധി അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തോടും ചാടും. ചിലർ മുമ്പേ പറഞ്ഞുകൊണ്ട് സിവിലൈസർ ആണെങ്കിൽ പുറത്തുള്ളത് കൺട്രോൾ ചെയ്ത് അകത്ത് വിധിച്ച് 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 അവസാനം ദൈവസന്നിധിയിലെത്തുമ്പോൾ അവിടെ നിന്നൊരു വിധി നമുക്ക് വരും. സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നുചെല്ല. മനസാന്തരമുള്ളൊരു ഹൃദയത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. പ്രൈസ് ഗാഡ്. ആദമും ഹവ്വയും, സമയം ഒത്തിരി പോകുന്നു, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജനസിസ് 3 ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തോട് പാപം ചെയ്ത ആദമിൻ്റെയും ഹവ്വയുടെയും വസ്ത്രം ഊരി വീണു. വസ്ത്രം എന്ന് പറഞ്ഞാൽ ദൈവ തേജസ്സായിരുന്ന വസ്ത്രം. അവർക്ക് അതുവരെ നഗ്നരാണെന്ന് they never thought that they were naked because the glory of God was wear a cloth for them. ദൈവ മഹത്വമായിരുന്നു അവരുടെ വസ്ത്രമായിട്ട് നിന്നത്. ഹല്ലേലൂയ. ദൈവ മഹത്വം അവരെ വിട്ടുമാറിയപ്പോൾ, അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സംതിങ്, we are naked. ഹല്ലേലൂയ. അവർ പെട്ടെന്ന് എന്ത് ചെയ്തെന്നറിയാമോ? നെയ്ക്കഡാണെന്ന് അവർ സമ്മതിച്ചു. എന്നാൽ ആ നെയ്ക്കഡ്നെസ്സിനെ കവർ ചെയ്യുവാൻ പെട്ടെന്ന് അവരുടെ സെൽഫ് റൈച്ചസ്നെസ്സിൽ അവർ അത്തിയില ഉണ്ടാക്കിക്കൊണ്ടൊരു ഉടയാട ഉണ്ടാക്കി. They made a cloth with the fig leaves. We know that. പക്ഷെ കർത്താവിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ ഫിഗ് ലീവ്സിൽ നിന്ന് നിൽക്കാൻ പറ്റിയോ? കർത്താവ് വന്നപ്പോൾ അവർ ഓടി ഒളിച്ചു. എന്തിനാ? കർത്താവ് ചോദിച്ചു, ആദമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെട്ട് ഇവിടെ ഒളിച്ചിരിക്കുക, ഞങ്ങൾ നഗ്നരാ. കർത്താവ് ചോദിച്ചു, നിങ്ങൾ നഗ്നരാണെന്ന് ആര് പറഞ്ഞു? ഡിഡ് യു ഫീൽ ദാറ്റ്? നിങ്ങൾക്കറിയാമോ, താഴേക്ക് വായിച്ചു വന്നപ്പോൾ 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വേഴ്സ് 21 കർത്താവ് തോലുകൊണ്ട് ഒരു ഉടയാടയുണ്ടാക്കി ദൈവം അവരെ ഉടുപ്പിച്ച്. യഹോവയായ ദൈവം, He made a garment, He made a cloth with the skin. ഓട്ടോമാറ്റിക്കലി സ്കിൻ വരുമോ? ഇല്ല. An animal was killed there. One animal was killed for the sins of others. There it started. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ മനുഷ്യൻ പാപം ചെയ്ത ഉടനെ ഒരു മൃഗം കൊല്ലപ്പെടേണ്ടി വന്നു. അവൻ്റെ പാപത്തിലൂടെ ദൈവ തേജസ് നഷ്ടപ്പെട്ട, നഗ്നത വന്ന, അന്ധകാരം വ്യാപിച്ച് അവൻ്റെ ജീവിതത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി അവന് വേണ്ടി ഒരു മൃഗത്തെ പിതാവാം ദൈവം കൊന്നു. കാൽവറി ക്രൂശിൽ തൻ്റെ സ്വന്തം പുത്രനെ പിതാവ് കൊന്നു. എന്തിന്? എൻ്റെയും നിൻ്റെയും നഗ്നത മാറ്റാൻ, പാപം വരുത്തിയ നഗ്നത മാറ്റാൻ. ദൈവ തേജസ്, ക്രിസ്തുവിൻ്റെ നീതിവസ്ത്രം നമ്മളെ പുതപ്പിക്കുവാൻ തക്കവണ്ണം വീണ്ടും ഒരു കുഞ്ഞാട് അവസാനമായി അറുക്കപ്പെട്ടു. പെസഹ കുഞ്ഞാടായ ക്രിസ്തു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. സഹോദര, സഹോദരി, ലാഘവത്തോടെ എടുക്കരുത്. ഈ ക്രിസ്തു പൂർണ്ണമായി നമുക്ക് വേണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഈ ജഡത്തിൽ നമ്മൾ ആശ്രയിക്കരുത്. ഇത് പാപത്തിന് അധീനമായ ശരീരമാണ്. റോമൻ 8:23 2 മിനിറ്റകം വചനം നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8:23 പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. 3-ാമത്തെ പോയിന്റ് ഇതാണ്, വീക്ക്നെസ് ഓഫ് അവർ ബോഡി. ശരീരത്തിൻ്റെ ബലഹീനത. ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നത് വരെ പാപത്തിന് ഈ ശരീരത്തിൽ സ്വാധീനമുണ്ട്. കാരണം ഈ ശരീരം ഈ ഭൂമിയിൽ നിന്ന് എടുത്തതാണ്. ഈ വീണ്ടെടുപ്പ് സാധിക്കുന്നത് വരെ ഈ ശരീരത്തിൻ്റെ മേൽ പാപത്തിന് സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കും? ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. അതുകൊണ്ട്
കർത്താവിൻ്റെ സന്നിധിയിൽ നാം എപ്പോഴും താണിരുന്നുകൊണ്ട് അവനെ പൂർണ്ണമായി സ്വീകരിക്കണം. ഈ ദൈവവചനത്തിനകത്ത് നമ്മൾ അതിർ വരമ്പുകളെ വെക്കരുത്. ഈ വചനത്തിൽ ഇത് ശരി ഇത് തെറ്റെന്ന് പറഞ്ഞ് നീ മാറ്റിവെക്കരുത്. ഈ വചനം മുഴുവനുമാണ് എന്റെ രക്ഷയ്ക്ക് തന്നിരിക്കുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്ക് സ്വർഗം തന്നിരിക്കുന്നത് ഈ വചനം മുഴുവനുമാണ്. സഹോദര സഹോദരി, ഈ വചനത്തെ പൂർണ്ണമായി സ്വീകരിക്കുവാനുള്ള ഒരു ഹൃദയത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സഹിഷ്ണുതയോടെ കർത്താവിന്റെ പരിശുദ്ധ വചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് അത് കേൾക്കുക മാത്രമല്ല, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരണം. അതല്ല എങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം അതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം തിന്നുകയും എൻ്റെ രക്തവും കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. കർത്താവിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നു. അവൻ്റെ ശരീരം, അവൻ്റെ രക്തം പൂർണ്ണമായി അവൻ നമ്മളിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മളിൽ വസിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പൂർണ്ണമായും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. ഹല്ലേലൂയ. അവിടുത്തെ വചനത്തെ പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവിന് പൂർണ്ണമായി നമ്മൾ കീഴ്പ്പെടാം. എപ്പോഴും അനുദിന മാനസാന്തരത്തിൽ ജീവിപ്പാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ താഴ്ത്തി കൊടുക്കാം. നമുക്ക് തിരുസന്നിധി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.